നടപടിയും സ്വീകരിക്കുന്നില്ല. ഇരു കൂട്ടരും കൂടെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു ലിസ്റ്റിന് അംഗീകാരം കൊടുക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. ഇതിനേക്കാൾ വലിയൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു പാർട്ടിയിലും നടക്കാറില്ല. ഗ്രൂപ്പുകൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പുകൾ ഉള്ളപ്പോഴും രണ്ട് ഗ്രൂപ്പുകാരും തയ്യാറാക്കുന്ന പാനൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വെച്ച് പരസ്പരം അറിഞ്ഞ് ഏത് പേരുകളാണ് ഡൽഹിയിലേക്ക് അയക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് അയക്കുന്നത്. ഇപ്രാവശ്യം അതുപോലും ഉണ്ടായിട്ടില്ല. നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം ഇടതുപക്ഷ മുന്നണിയുമായി നടക്കുമ്പോൾ വിജയസാധ്യത മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം എയും ഐയും തമ്മിൽ ഗ്രൂപ്പുകളിൽ സീറ്റുകൾ വീതിച്ചെടുക്കുന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വം ഹൈക്കമാൻഡ് അംഗീകാരം കൊടുക്കുന്നു എന്ന വളരെ ദയനീയമായൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഇനി അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ രാജി സമർപ്പിച്ചത്. വ്യക്തിപരമായ ഒരു പരാതിയുടെയും അടിസ്ഥാനത്തിലല്ല. കോൺഗ്രസിൻ്റെ പല ഉന്നതമായ സ്ഥാനങ്ങളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും ഗ്രൂപ്പുകൾക്ക് അതീതമായി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി നിന്ന് പ്രവർത്തിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പല വട്ടം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ വി എം സുധീരനെ പ്രസിഡൻ്റാക്കിയ അവസരത്തിൽ ഏറ്റവും ഇഫക്റ്റീവായി പ്രവർത്തിച്ചൊരു പ്രസിഡൻ്റാണ് വി എം സുധീരൻ. പക്ഷേ അദ്ദേഹത്തെ ഗ്രൂപ്പുകളെല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ച് പുറത്താക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗ്രൂപ്പുകൾക്ക് ഭാഗമായി നിൽക്കാത്ത ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പുകാരനായി ഒരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരനായിരിക്കാനാവില്ല, ഗ്രൂപ്പുകാരനായിരിക്കാനേ കഴിയൂ എന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഹൈക്കമാൻഡിൻ്റെ അംഗീകാരമാണ് ഉള്ളത്, ഹൈക്കമാൻഡിൻ്റെ സംരക്ഷണമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഞാൻ തീരുമാനിച്ചത്. കോൺഗ്രസിൻ്റെ വലിയ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനായിരിക്കുക എന്ന് പറയുന്ന എല്ലാക്കാലും അഭിമാനമുള്ളൊരു കാര്യമാണ്. സ്ഥാനമുണ്ടെങ്കിലും സ്ഥാനമില്ലെങ്കിലും ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ കാലം അത്രയും നിന്നത്. ഇന്നിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ അസാധ്യമാണ്. കേരളത്തിൽ ഗ്രൂപ്പുകാരനായിരിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടത്. ആ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ വന്നിരുന്നാലും അവരത് കൈമടക്കുന്നത് ഐയുടെ ഇത്ര എയുടെ ഇത്ര എന്നായിരിക്കും. നാളെ പത്രത്തിൽ വരുന്നു അങ്ങനെ തന്നെയായിരിക്കും. ഐയുടെ സ്ഥാനാർത്ഥികൾ ഇത്ര, എയുടെ സ്ഥാനാർത്ഥികൾ ഇത്ര. അങ്ങനെ രണ്ടായി പ്രവർത്തിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു ഏകോപന സമിതിയായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. ഇവിടെ വിജയസാധ്യത മാനദണ്ഡമാകുന്നില്ല, മെറിറ്റ് മാനദണ്ഡമാകുന്നില്ല, മറ്റ് സാമൂഹ്യമായ അംശങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഗ്രൂപ്പിനാണ് മുൻതൂക്കം എന്നുള്ളത് കൊണ്ട് ഇതുമായി യോജിച്ച് പോകാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ഫലമായിട്ടാണ് ഞാനിന്ന് കോൺഗ്രസിനോട് വിട പറയുന്നത്. ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഞാൻ പല സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. അവർ തന്ന സഹകരണത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നത്. പിന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സജീവമല്ല. ശ്രീ രാഹുൽ ഗാന്ധി രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ രാജി വർക്കിംഗ് കമ്മിറ്റിയിൽ, അന്ന് ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. ആ രാജി ആരും അംഗീകരിച്ചില്ല. വർക്കിംഗ് കമ്മിറ്റി ഒറ്റക്കെട്ടായി അദ്ദേഹത്തോട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പിൻവലിച്ചില്ല. കോൺഗ്രസിന് ഒരു നേതൃത്വമില്ലാതെ 1 വർഷത്തോളം പോയി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രീമതി സോണിയാഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത് വേറെ ആരുമില്ല. കോൺഗ്രസ് ഹെഡ്ലെസ് ആയിട്ടാണ് 1.5 വർഷക്കാലം പോയത്. ആ സാഹചര്യത്തിൽ അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് പോലും സോണിയാഗാന്ധി പ്രസിഡൻ്റായി. പക്ഷേ എന്നിട്ടും ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസിലെ കുറേ ആളുകൾ ഒപ്പിടുകയൊക്കെ ചെയ്തു. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഒപ്പിടൽ പ്രസ്ഥാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയാൽ അത് നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ വരും. ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരാരും ഇന്ന് വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെയോ കോൺഗ്രസിൻ്റെ ശ്രീ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വത്തെയോ ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് വേണമെന്നും വർക്കിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണമെന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഭരണഘടനാപരമായി നടക്കണമെന്നും മാത്രമാണ് ഈ ഒപ്പിട്ട ആളുകൾ പറഞ്ഞത്. ഒപ്പിടൽ പ്രസ്ഥാനത്തോട് യോജിച്ച ആളല്ല ഞാൻ. എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടി നേതൃത്വം മുഖം തിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ, കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങളെ നേരിടാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് BJPയുടെ ശക്തി കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ തന്നെ ദൗർബല്യം കൊണ്ടാണ്. കോൺഗ്രസിനെ ഒരു ശക്തിയായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമില്ലാതെ പോകുന്നു എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ എൻ്റേതായ എളിയ നിലയിൽ ഞാൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡൽഹിയുടെ ചുമതലക്കാരനായിരുന്നപ്പോഴും മറ്റ് സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും എല്ലാം ഞാനിത് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് ഓരോ ദിവസവും അത് സ്വന്തം
സ്വയം കൃതാനർത്ഥം കൊണ്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യമാണെന്നുള്ളത്. ഈ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധമാണ് എൻ്റെ രാജി. ഏതായിരുന്നാലും അത് നേതൃത്വത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമാകുമെങ്കിൽ എനിക്കതിൽ ചരിതാർത്ഥതയുണ്ട്. ഞാൻ ഏതായിരുന്നാലും ആ കാര്യം നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് കാണണം എന്നാഗ്രഹിച്ചത്. പൊതുജീവിതത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ടോളം കഴിഞ്ഞ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്. എല്ലാ കാലങ്ങളിലും മാധ്യമങ്ങൾ തന്നിട്ടുള്ള നിർലോഭമായ പിന്തുണയ്ക്കാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് ആദ്യം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വേണ്ട മതി കോൾ ഇറ്റ് എ ഡേ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഭാവിയെക്കുറിച്ച് വലിയ ഒരു തീരുമാനങ്ങൾ ആലോചനയുടെ അടിസ്ഥാനത്തിലെടുത്തൊരു തീരുമാനമല്ലിത്. ഈ തീരുമാനം ഞാൻ നിൽക്കുന്ന പാർട്ടിയെ നന്നാക്കാൻ കഴിയുമോ എന്നുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടതുകൊണ്ടാണ്. അല്ല, നാളെ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ടല്ല. രാഷ്ട്രീയത്തിലേക്ക് വന്നതുപോലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് നാളെ എന്തെന്നുള്ളൊരു പ്രശ്നം എൻ്റെ മുമ്പിലില്ല. ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ എനിക്കെന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുമോ, ഈ പാർട്ടിയുടെ തെറ്റുകളെ തിരുത്താൻ കഴിയുമോ, അപജയങ്ങളെ തിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് എനിക്കിതേ ചെയ്യാൻ കഴിയും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യൂഹങ്ങളൊന്നും ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റിക്സിൽ വിശ്വസിച്ച് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ധാരണയുണ്ടാക്കാൻ മുൻകൈ എടുത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ശ്രീ എ കെ ആൻ്റണിയും ഞാനും കൂടിയാണ് 1980 EMS നമ്പൂതിരിപ്പാടിനെ കണ്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാടുമായി കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ 2 പേര് ശ്രീ ആൻ്റണിയും ഞാനുമായിരുന്നു. പിൽക്കാലത്ത് ആൻ്റണിയും കൂട്ടരും ഇടതുപക്ഷ മുന്നണിയോട് വലിയ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ യാത്ര പറഞ്ഞപ്പോഴും ഞാൻ പോയില്ല. ഞാൻ എടുത്തിരുന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു. പിന്നെ വളരെ കാലത്തിന് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, രാജീവ് ഗാന്ധി പഴയ കോൺഗ്രസ്സുകാരെല്ലാം യോജിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ശ്രീ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിലൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് വന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരാനോ പ്രവർത്തിക്കാനോ ജനാധിപത്യപരമായൊരു പ്രവർത്തന ശൈലി പുലർത്താനോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഞാനെന്നും അഭിപ്രായങ്ങൾ ആപേക്ഷികമാണെങ്കിൽ പോലും ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ രാഷ്ട്രീയത്തിലെടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ ഒരു നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. ലാഭനഷ്ടങ്ങൾ നോക്കിയോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി കൂടുതൽ ആകർഷകമാണെന്ന് കരുതിയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമെന്ന് കരുതിയോ ഒന്നുമല്ല. നാളെ എന്തെങ്കിലും ഉണ്ടാവണം, നാളെ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദീർഘകാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപജയം അത് എന്നെ വളരെ നിരാശനാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാതെ വ്യക്തിജീവിതത്തിലേക്ക് മടങ്ങുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? Yeah, sure. In fact, I am submitting my resignation from the Congress party. I have sent my resignation letter to Congress President and to Sri Rahul Gandhi. In fact, this decision, I have been deliberating on this in my mind for the last many days. Because I come from Kerala. Kerala, there is no Congress party as such. There are 2 parties. One party is Congress I, one party is Congress A. It is a coordination committee of 2 parties that is functioning as the KPCC. So this groupism is the biggest bane of the Congress party in Kerala. Kerala is facing a very crucial election, and this election people want the Congress to come back. But what is the stumbling block is the groupism which is being practiced by the top leaders of the Congress party. I have been continuously arguing with the High Command that this should be put an end to this groupism in the state. But unfortunately, the High Command is also agreeing for the proposal given by both the groups. Both the groups, they sit at some private place and they divide the seat. Congress is contesting 90 seats. 90 seats are divided between I and A. I seats are filled up by I group, A seats are filled up by A group. They make a panel and bring here. That panel was not placed in the election committee. I am a member of the election committee. Election committee met twice. In that committee, this panel of names were not presented. Election committee means first they have to go through the panel. All the names, those who are desirous of contesting, their name should be made into a panel and that should be placed in the committee. That was not done.
And High Command did not ask them whether you have gone through the list. We do not know. Umman Chandi and Ramesh know who is going to contest from where. Other than these 20 MLAs, sitting MLAs, nobody know who is the name proposed from a constituency. That means these are only handled by the group leaders and not by the party or party's committee. So this is a situation which there may be a groupism in other states also, but this kind of a groupism, that two separate parties under one roof, that is the Congress in Kerala, this I do not think that this is happening or prevailing in other states. This is a very, very disturbing and disappointing situation. I tried my best to, invite the attention of the Congress High Command and their intervention, but I am not successful. Even though I have a very close contact with the High Command and all that, I am not able to succeed in my effort. So I find that there is no point in continuing. Congress is a great tradition. Being a congressman is a prestigious thing, but today in Kerala, nobody can be a congressman. One can be I group or one can be A group. Nobody can be a Congress. That is the situation in Kerala. So I decided to call it a day, because this is not what we want. When 50 years back, when we all joined the student movement, youth movement and Congress, we thought that the great tradition of the Congress we can inherit. Today we cannot do that. We can be either this group or that group. So I decided that the High Command is also a mute witness to this disastrous, situation, and there is no remedy. So there is no other way other than submitting the resignation. So you have taken a principled stand against BJP earlier. So do you think that your action now will help BJP, or and you say that Congress is not functioning properly. So to defeat BJP, will you support the left? No, in fact, BJP is not going to make any gain in Kerala. That is my assessment. We all know that in the last 70 years they have only one seat. One seat may become 2 seats, but that is nothing. Kerala, BJP is no factor. Even though they are spending money like anything, Prime Minister, Home Minister, everybody is there every day. But whatever it is, they cannot make it. The mindset of the Kerala people are not in favor of BJP. A communal party, Kerala people are not going to accept. So BJP is no political factor there. In Kerala, left parties and the Congress, unfortunately, we are fighting each other. We are the parties who should be together. In fact, when Rahul Gandhi decided to fight from Kerala, I went to Rahul Gandhi ji and I requested him, sir, is this the right decision? Because left parties probably are the friends of Congress. When Indira ji was there, Rajiv ji was there, left parties were always supporting Congress because our fight is against the BJP. When we are fighting against the BJP, but the situation is such that in Bengal and in Kerala, we were the main enemies fighting each other. It so happened, that is history. But I do not think that essentially, ideologically, we are enemies. I do not think so. But we are fighting as political enemies, so that fight will continue. And wherever it is possible to cooperate, we have to cooperate. 50 years back, Mr. A.K. Antony and myself, with all our differences, we went to Mr. E.M.S. Namboodiripad when he was there. We suggested that we must have a democratic and left alliance. That is how he made the alliance. We fought together, we contested, we won, and I was a minister in that government under Mr. Nayanar. And when Mr. Antony withdrew, there was no sufficient reason. So I remained in that. Then after that, after Indira Gandhi, after Rajiv Gandhi became the leader, he suggested that all the erstwhile Congress people come together. That was the occasion when we all came back to the Congress party. But unfortunately today, this dithering is happening. And that is the position. So I have no future plans. I have no affinity to any political party other than Congress. My association with the Congress, I am, today I am resigning, and it's over. But, no. Today, in fact, Mr. Patil, the chairman of the screening committee, called me for a breakfast. I was with him for breakfast. He asked me, what is your suggestion? I said, I don't want to make any suggestion. Because there was, as per some norms, if you decide, I will be happy. Because 50% should be youth, 20% should be women. Those who contested 5 times should not contest again. These are all the common norms acceptable to everybody. If you stick on to these norms, that is good. I will not say a word about any single candidate.
because I do not know which candidate Ramesh is supporting, which candidate Ummanchandi is supporting. There is no list there. No, no. ഞാൻ വളരെ നേരത്തെ തന്നെ ഞാൻ KPCC എക്സിക്യൂട്ടീവിൽ ഞാൻ ആ ഇഷ്യൂ റൈസ് ചെയ്തു. അത് ശ്രീ സുധീരൻ അതിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ 1980 ജയിച്ച് മന്ത്രിയായ ആളാണ്. ഞാൻ മന്ത്രിയായ സമയത്ത് ജനിച്ച ആളുകളാണ് ഇന്ന് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ഫേസ് വേണമെങ്കിൽ ഞങ്ങളൊക്കെ മാറണ്ടേ? അതുകൊണ്ട് ഞാൻ അടക്കം അന്ന് മുതൽ മത്സരിക്കുന്ന എല്ലാവരും മാറണം എന്നൊരു നിർദ്ദേശം കമ്മിറ്റിയിൽ വെച്ചത്, ഇപ്രാവശ്യത്തെ കമ്മിറ്റിയിൽ വെച്ചത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ അന്ന് തന്നെ ശ്രീ മുല്ലപ്പള്ളിയോട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, നിങ്ങളത് നിഷേധിക്കണം. കാരണം KPCC പ്രസിഡന്റ് എന്ന് പറയുന്നൊരു വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ആ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള ഓട്ടം മാത്രമാണ് കോൺഗ്രസ്സിലെന്ന് കരുതരുത് എന്ന് ഞാൻ തന്നെ പറഞ്ഞാണ്. അപ്പോൾ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ആഗ്രഹമോ മോഹമോ താല്പര്യമോ ആരെങ്കിലും സ്ഥാനാർത്ഥി ആക്കണം എന്നുള്ള അഭിപ്രായമോ എനിക്കില്ല. അതുണ്ടായിരുന്നില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. നാളെ എന്ത് എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമല്ല. ഈ തീരുമാനം എടുക്കാനിടയായ സാഹചര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. ബീയിങ് എ പൊളിറ്റിക്കൽ പേഴ്സൺ, naturally I will be interested in the political developments. Beyond that, I may not have any attachment with any political party. Pardon me? No. എനിക്കതുമായിട്ടൊന്നും ബന്ധമില്ല. ഞാനിത്തരം എല്ലാവരും ജനിക്കുന്ന ഏതെങ്കിലും സമുദായത്തിലോ മതത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ എനിക്ക് അത്തരം യാക്കോബായ സഭയുടെ തീരുമാനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. ഞാനതിൻ്റെ കമ്മിറ്റിയോ മെമ്പറോ ഒന്നുമല്ല. അവരുടെ തീരുമാനത്തെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ല. അവർ ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിൽ എന്താണ് അവരുടെ ആലോചന എന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായോ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനകളുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല. NCP നേതാവ് ശരത് പവാറുമായി താങ്കൾക്ക് വളരെ നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, താങ്കൾ ആന്റണിയുടെ കൂടെ ഇടതുപക്ഷത്ത് പോയപ്പോൾ തിരിച്ചു വരുന്നത് അന്ന് ചുക്കാൻ പിടിച്ച നേതാവാണ്, ദേശീയ നേതാവാണ് ശരത് പവാർ. അപ്പോൾ അത്രയും കാലത്തെ ബന്ധം താങ്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ NCPയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്താണ്? ഞാൻ നേരത്തെ നിഷേധിച്ചിരുന്നല്ലോ. NCPയിലേക്ക് പോവുകയാണ്, NCP റൂട്ട് ആണ്, അതുവഴി ഇടതുപക്ഷത്തേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ വാർത്തകൾ ഞാൻ അന്ന് തന്നെ നിഷേധിച്ചിരുന്നു. ശ്രീ ശരത് പവാർ പാർട്ടിയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. സോണിയാഗാന്ധിയുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്ന അവസരത്തിൽ, ശരത് പവാർ പാർട്ടി വിടുന്ന അവസരത്തിൽ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സിനകത്ത് പലരും പല കാലാകാലങ്ങളിൽ പ്രസിഡന്റുമാരായിട്ടുണ്ട്. AO ഹ്യൂം മുതൽ ഇങ്ങോട്ട് പല ആളുകളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ദേശീയതയോ അല്ലെ അവരുടെ സിറ്റിസൺഷിപ്പോ ഒന്നും അല്ല നമുക്ക് വിവാദമാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഉൾക്കൊള്ളുന്നവർ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ശ്രീ പവാറുമായിട്ട് യോജിച്ചില്ല, ഞാൻ ആ പാർട്ടിയിലേക്ക് പോയില്ല. പക്ഷെങ്കിൽ ശ്രീ പവാറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്നില്ല, ഞങ്ങൾ പരസ്പരം മത്സരിച്ചു. ഞാൻ വേറൊരു മുന്നണിയിൽ, അവർ വേറൊരു മുന്നണിയിൽ, അവർ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി, ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി. അത് എത്രയോ വർഷങ്ങളായി നടക്കുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. ആ വ്യക്തിപരമായ സ്നേഹബന്ധം പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അതിനൊരു അടിസ്ഥാനമില്ല. കുടുംബാധിപത്യം എന്ന് പറയുന്നത് ആ ടാഗ് സ്യൂട്ടബിൾ ആകുന്ന ഒരുപാട് പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. കോൺഗ്രസ് മാത്രമൊന്നുമല്ല. കോൺഗ്രസ്സിലെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പാർട്ടിക്ക് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും ഒരു സാക്രിഫൈസ് ഉള്ളവരല്ല. അതുകൊണ്ട് ആ സ്ലോഗനൊക്കെ വെറുതെ കോൺഗ്രസിനെ ചെറുതാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായതും രാജീവ് ഗാന്ധി രക്തസാക്ഷിയായതുമൊക്കെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ട് അവരുടെ സംഭാവനകളെ ചെറുതാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കുടുംബാധിപത്യം എന്ന് പറയുന്നത്. പല പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാർ നോക്കിയാൽ നമുക്കറിയാം, പല ആളുകളും ഇന്ന് മക്കളെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയൊന്നും തോന്നില്ല. ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, ഒരു പാർട്ടിയുടെ പരിപാടികൾ, അതിനപ്പുറത്ത് വ്യക്തിപരമായ ഇത്തരത്തിലുള്ള പരാമർശനങ്ങളൊക്കെ വളരെ സൂപ്പർഫ്ലൂസ് ആണ്. താങ്കൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞു. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മാറി ചാലക്കുടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിലൂടെ അന്ന് 2 സീറ്റുകൾ കോൺഗ്രസ് നഷ്ടപ്പെടാൻ കഴിയും. അതിന് കാരണക്കാരൻ താങ്കളാണ്. അപ്പോൾ ആ വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? അല്ലല്ല,
എനിക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഞാൻ 10,000 വോട്ടിന് തോറ്റപ്പോൾ എനിക്ക് വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്നുള്ളതിൻ്റെ അർത്ഥം. അതിന് തൊട്ട് മുമ്പ് ഞാൻ ചാലക്കുടിയുടെ പേര് മുകുന്ദപുരം എന്നായിരുന്നു. ഞാൻ അവിടുത്തെ MP ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് മുകുന്ദപുരത്തു നിന്നും മാറിയത് എന്ന് പലരും മറന്നു പോവുകയാണ്. വളരെ ഷോർട്ടാണ്. ഞാൻ തൃശ്ശൂർ MP ആയിരുന്നു. അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എന്നെ മാറ്റി മുകുന്ദപുരത്തേക്ക് കൊണ്ടുവന്നു. മുകുന്ദപുരത്തിൻ്റെ പേരാണ് അന്ന് ചാലക്കുടി എന്ന് മാറുന്നത്. ആ മുകുന്ദപുരത്ത് നിന്ന് എൻ്റെ അനുവാദമോ സമ്മതമോ ആഗ്രഹമോ ഇല്ലാതെ അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മുകുന്ദപുരത്ത് വന്ന് ജയിച്ചു. മുകുന്ദപുരത്ത് നിന്ന് ഇടുക്കിയിൽ പോയി ജയിച്ചു. അതുകൊണ്ട് വിജയസാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല ഞാൻ ഒരിക്കലും. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ തിരിച്ച് ചാലക്കുടിയിലേക്ക് വന്നത് തന്നെ ഞാൻ അതിനു മുമ്പ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ആയിരുന്നതുകൊണ്ട് തന്നെയാണ്. അത് പലരും പരാജയപ്പെടുകയും ജയിക്കുകയും ചെയ്യുന്നത് ആ ഒരൊറ്റ കാര്യം മാത്രമല്ലല്ലോ. എനിക്ക് വെറും 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞാൻ ഇവിടെ തോറ്റത്. അത് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഞാൻ ഗ്രൂപ്പിൻ്റെ ആളല്ല. ഗ്രൂപ്പിൻ്റെ സംരക്ഷണം ഉണ്ടായില്ല. തോറ്റവരൊക്കെ മത്സരിച്ചു. എന്നേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ വോട്ടിന് തോറ്റവരും മത്സരിച്ചു. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയായില്ല. പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും പണം കിട്ടില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഒരു പരിഭവം പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി അല്ലാതായി കഴിഞ്ഞിരുന്നതിന് ശേഷവും ഇവിടെ വന്നു. അവർ ഡൽഹിയുടെ ചുമതല തന്നു. ഞാനിവിടെ MP അല്ലാതിരുന്നിട്ട് പോലും 4 വർഷം ഡൽഹിയിൽ താമസിച്ച് എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തു. അപ്പം ഞാൻ അതിലൊന്നും ഒരു പരിഭവം പറഞ്ഞു മാറുന്നുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് ഇന്നോ ഇന്നലെ തുടങ്ങിയത് പണ്ട് മുതലുള്ളതാണ് ഗ്രൂപ്പ്. താങ്കൾക്ക് മന്ത്രിസ്ഥാനം, രാജ്യസഭാംഗം, MLA എല്ലാ പദവികളും നൽകിയൊരു പാർട്ടിയാണ്. ഇപ്പോൾ ഇത് വിടാനുള്ള ഒരു ടൈമിംഗ് എന്താണ്? ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് എല്ലാ പദവികളും താങ്കൾക്ക് കിട്ടുകയും താങ്കൾക്ക് പലപ്പോഴും മണ്ഡലങ്ങൾ മാറുകയും എല്ലാം ചെയ്താണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിടാനുള്ളത്? 2 കാര്യം താങ്കൾ പറഞ്ഞു. ഒന്ന്, എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊരാളിൻ്റെ ഒരു അർഹതയെ അവഗണിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ളതോ, എനിക്ക് സ്ഥാനം തന്നതിൻ്റെ പേരിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകുകയോ ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടില്ല. ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചപ്പോഴും മന്ത്രിയായപ്പോഴും അതല്ലെങ്കിൽ ഞാൻ രാജ്യസഭയിലായിട്ടില്ല. താങ്കൾ പറഞ്ഞത് ലോക്സഭയായിരിക്കാം. ലോക്സഭയിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അത് അർഹതയുള്ള ഒരാൾക്ക് കൊടുത്തു എന്നുള്ളൊരു ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു കുഞ്ഞിൻ്റെ പോലും ഒരു പ്രസ്താവന ഇന്നയാളെ ആക്കി ശരിയായില്ല എന്ന് വരെ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പ് പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഗ്രൂപ്പല്ല ഇപ്പോൾ. കരുണാകരനും ആൻ്റണിയും 2 ഗ്രൂപ്പായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പ് ഇൻഹെറിറ്റ് ചെയ്തത് ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് രമേശും ഇൻഹെറിറ്റ് ചെയ്തു. അന്ന് പാർട്ടി ഒന്നിച്ചിരുന്ന് ആലോചിക്കുമായിരുന്നു. കരുണാകരനും ആൻ്റണിയും ഉള്ള കോൺഗ്രസ് 2 ശക്തമായ ഗ്രൂപ്പാണെങ്കിലും തൃശ്ശൂരിൽ കരുണാകരൻ മത്സരിക്കുന്ന സീറ്റിൽ വേറെ കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന് അന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ രമേശിൻ്റെ വീട്ടിലിരുന്നിട്ട് അവർ വീതം വെച്ചിട്ടുള്ള എയുടെ സീറ്റിൽ രമേശ് തീരുമാനിക്കും, ഐയുടെ സീറ്റിൽ അവർ തീരുമാനിക്കും. കരുണാകരനും ആൻ്റണിയും കൊണ്ട് നടന്ന ഗ്രൂപ്പ് അല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നത്തെ കേരളത്തിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് താങ്കൾ ചോദിച്ച പോലെ അന്ന് എതിർക്കാത്തവർ എന്തുകൊണ്ട് ഇന്ന് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഗ്രൂപ്പല്ല ഇന്നത്തെ ഗ്രൂപ്പ്. ഈ രാജിവെക്കുന്നതിന് മുമ്പ് സംസ്ഥാന നേതാക്കൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് തുടങ്ങിയവരുമായി ഒരു ആശയവിനിമയം ഇതിനു മുമ്പ് നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് ഇല്ല, ഞാനിതൊരു ബാർഗെയിനിങ് പോയിന്റ് ആകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പല ആളുകളും രാജിവെക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ ആളുകൾ ഓടി വരിക, സംസാരിക്കുക, എന്തെങ്കിലും ഓഫർ ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ ഇവരോട് ആരോടും പറഞ്ഞില്ല. ഞാൻ ഇന്ന് ഞാൻ ഇന്നിപ്പം തീരുമാനമെടുത്തു കഴിഞ്ഞപ്പം ഞാൻ വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തു. അദ്ദേഹം എനിക്കൊരു മറുപടി തന്നു. ഈസ് ഇറ്റ് അബ്സല്യൂട്ട്ലി നെസസറി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു താങ്ക്സ് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. ഞാൻ ഒരു കാരണവശാലും ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇപ്പം രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് അവരോടി വന്ന് പിന്നെ ഒരു സമ്മർദ്ദം ചെലുത്തുക, അതുകൊണ്ട് അങ്ങനൊന്നും ഉണ്ടാവരുതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്ന ഒരു 10 മിനിറ്റ് മുമ്പാണ് ഈ രാജിക്കത്ത് സോണിയാഗാന്ധി. ഇല്ല, എനിക്ക് കേരളത്തിലെ എല്ലാ പൊസിഷനും ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ കമ്മിറ്റികളിലും ഞാൻ അംഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിരാശ എനിക്കില്ല. പക്ഷേ ഈ കമ്മിറ്റികളെല്ലാം ഫോർ നെയിം സേക്ക് കൂടുന്നതല്ലാതെ കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനവും ഇല്ല. ഇപ്പോൾ പാർട്ടിയുടെ പുനഃസംഘടനയാണ് ഈ കാലം അത്രയും നടന്നത്, കഴിഞ്ഞ 1-2 കൊല്ലക്കാലം. അതെന്താ നടക്കുന്നത്? ഇത്ര സീറ്റ് അയക്കുക. ഈ ഐ പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ അതിന് കൊള്ളാവുന്നവരാണോ? പ്രപ്പോസ് ചെയ്യുന്നവർ അവർ കൊള്ളാവുന്നവരാണോ? ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ദെയർ. മെറിറ്റ് ഈസ് നെവർ കൺസിഡേർഡ് ആസ് എ ക്രൈറ്റീരിയ ഫോർ മേക്കിംഗ് എനിബഡി an office bearer or a candidate. It is up to the likes and dislikes of the group leaders. Their choice is the party's decision. ഇത്തവണ പല സർവേകളിലും LDF സർക്കാരിന്റെ ഒരു തുടർ ഭരണം പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഒരു എഫക്റ്റ് ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് താങ്കളുടെ അഭിപ്രായം? സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നാരോ ഡിഫറൻസ് അല്ലേ? സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് 1% ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് 40 സീറ്റ് അല്ല, റൂളിംഗ് പാർട്ടിക്ക് കോൺഗ്രസിന് 22 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് മൊത്തത്തിലെ പ്രതിപക്ഷം 44, അവർ 95. അവിടെ നിന്ന് താഴോട്ട് വരും ഇടതുപക്ഷ മുന്നണി എന്നാണ് ഈ സർവേകളെല്ലാം പറയുന്നത്. സർവേകൾ പറയുന്നത് അവർക്ക് 80 കിട്ടും, ഇവിടെ 60 കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് 85 കിട്ടും, ഇവിടെ 55 കിട്ടുമെന്നാണ്. അപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിക്കുമെന്നാണ് സർവേ പറയുന്നത്. അല്ല നിലവിൽ പുറകോട്ട് പോകുന്നില്ല, വർദ്ധിക്കുന്ന എത്രോളം എന്നുള്ളതാണ്. അപ്പം അവരുടെ കണക്കിനകത്ത് 0.5% ഡിഫറൻസ് വന്നാൽ ഈ ഫിഗർ മാറിയില്ലേ? 0.5% ഡിഫറൻസ് വന്നാൽ എനിക്ക് അതിനോടൊന്നും ഒരു പ്രതികരണവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് ആ അഭിപ്രായത്തിലൊന്നുമില്ല. പ്രത്യാശാസ്ത്രപരമായി ഇടതുപക്ഷവും കോൺഗ്രസും യോജിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്, അവർ ഫ്രണ്ട്സാണ് ഐഡിയോളജിക്കലി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യാശാസ്ത്രപരമായ ഒരു അടുപ്പം ഇടതുപക്ഷത്തോട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് നേരിട്ട് ചേർന്നല്ല പുറത്തു നിന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് സഹകരിച്ച് പോകുന്ന ഒരു നിലപാടിലേക്ക് പോകും. അതല്ല, അത് രണ്ട് പാർട്ടികൾ തമ്മിലല്ലേ. ഞാൻ വ്യക്തിപരമായി സഹകരിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാനെന്ന് പറയുന്ന വ്യക്തി അപ്രസക്തനാണല്ലോ. രണ്ട് പാർട്ടികൾ തമ്മിൽ ധാരണകൾ ഉണ്ടാവേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പോയിട്ട് ഇപ്പം അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണ്? ഞാൻ ആരും അല്ലല്ലോ. സമീപകാലത്ത് കോൺഗ്രസ് വിടുന്ന ഭൂരിഭാഗം നേതാക്കളും BJP-യിലേക്ക് ചേർക്കാനുള്ള സാഹചര്യമാണ്. PC ചാക്കോയെ വൈകാതെ തന്നെ BJP കാണുന്നു. തീർച്ചയായിട്ടും ഇല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിട്ടില്ല. BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് താങ്കളുമായി സംസ്ഥാന നേതാക്കളടക്കമൊക്കെ ചർച്ച നടത്തിയിരുന്നതാണ്. അങ്ങനെ ചർച്ചകൾ നടത്തിയിരുന്നു. BJP അറിയാത്ത ഏതോ സ്റ്റേറ്റ് നേതാവ് പറഞ്ഞതാണത്. BJP-യുടെ സംസ്ഥാന നേതാവ് ആയിരിക്കല്ല പറഞ്ഞത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി റിസൈൻ ചെയ്യുമ്പോൾ കോൺഗ്രസും വഞ്ചകൻ എന്നൊരു വിളി തിരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ലേ? അതുണ്ട്. വഞ്ചകൻ എന്നുള്ളൊരു വിളി കേൾക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വിഴുങ്ങി ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. വഞ്ചകനെന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് അവരുടെ മനോഭാവം അനുസരിച്ച് വിളിക്കാം. ഞാനെടുത്ത തീരുമാനം ഞാൻ എൻ്റെ പാർട്ടിയെ അല്ലെങ്കിൽ ഞാൻ നിന്ന ഒരു പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടിയല്ല, ആ പാർട്ടിയുടെ അപജയങ്ങളിൽ മനംനൊന്ത് രാജിവെക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. മറ്റുള്ളവരുടെ വാ പൂട്ടിക്കെട്ടാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ കോൺഗ്രസിന് ഒരു കോൺഗ്രസ്സുകാരായിട്ട് നടക്കുന്ന ഒരാളാണ് ഐഡിയോളജിക്കലി, അത് പാർട്ടിയെ വീക്കൻ ചെയ്യില്ല ഈ ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ. ഇപ്പം ഞാനിത് ചെയ്താലും ചെയ്തില്ലെന്നെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്ക് ഗുണകരമല്ല. പാർട്ടിയുടെ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് എന്ന് നശിക്കുന്നു അന്ന് കോൺഗ്രസ് തീർന്നില്ലേ? ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയും ഒരു സവിശേഷതയും അതാണ്, ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കോൺഗ്രസിന് ഒരു ഭാവി ഇല്ല എന്നാണ് താങ്കൾ കരുതുന്നത്? ഇല്ല, അതൊന്നും പറയാനും മാത്രമുള്ള വലിപ്പം എനിക്കില്ല. ഞാനത് അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു ആധികാരികമായി ഒന്നും പറയാൻ കഴിയുന്ന ആളല്ല. എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു നോളജ് വെച്ചിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എൻ്റെ പാർട്ടിയുടെ പ്രവർത്തനം ശരിയല്ല എന്ന് പറയാനല്ലേ കഴിയൂ. പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരുന്നത് കൊണ്ട് എനിക്ക് പറയാം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. കാരണം കോൺഗ്രസ് ശക്തിപ്പെടണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, എത്രയോ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരുള്ള BJP-യും ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കോൺഗ്രസിനെ വീക്കൻ ചെയ്യുന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന ഒരു വിമർശനമാണ് ഈ ഒപ്പിട്ട ആളുകൾ പറഞ്ഞത്. അവർ പറഞ്ഞതിൽ വല്ല കഴമ്പും ഉണ്ടോ എന്ന് നേതൃത്വം നോക്കണം, അതിനെ വെറുതെ നിശ്ചയിക്കാൻ പാടില്ല. അല്ലൊന്നും ശരിയല്ല. കാരണം പശ്ചിമ ബംഗാളിലൊക്കെ CPM-നകത്തുനിന്ന് ആളുകൾ, ജില്ലാ കമ്മിറ്റികൾ, ആഫീസുകൾ അങ്ങോട്ട് പോകുന്നില്ലേ? അപ്പോൾ അതൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പിനകത്ത് പാർട്ടികളൊക്കെ മാറലും പിടിക്കലും എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും പിന്നെ
ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒന്നും സാധിക്കത്തില്ലല്ലോ. ഇനിയിപ്പോ നേതാക്കൾ വന്ന് ഇപ്പൊ ഈ താങ്കളുടെ രാജി വാർത്ത എല്ലാവരും അറിയാൻ പോകും. ഇനി ഒരുപക്ഷെ നേതാക്കളുടെ ഭാഗത്ത് താങ്കൾ അന്വേഷിക്കാനുള്ള ശ്രമം ഉണ്ടാകാം. അതിനോട് വഴങ്ങുമോ ഇതൊരു ഫൈനൽ ഡിസിഷൻ ആണ്? എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഫീലറൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു, എന്നിട്ട് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ ഒരു താല്പര്യവും ഇല്ല. അവരെ ആരെങ്കിലും കാണണമെന്നോ അവരെന്നെ വന്ന് കാണണമെന്നോ ഒരു താല്പര്യവും എനിക്കില്ല. ശരിയായി പാർട്ടി ഒരു നല്ല രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഭാവി താങ്കൾ വീണ്ടും അതല്ല, അത് നാളെ എന്തെന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് പ്രസക്തി. ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട പല അവസരങ്ങളും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അത്തരം ചില അത്തരത്തിലൊക്കെ പല വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതിനോടൊക്കെയാണ് താങ്കൾ ഏതിനെ എങ്ങനെ ഗ്രൂപ്പിസം കൊണ്ട് താങ്കൾക്ക് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ? പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി പോലുള്ള താങ്കൾ ഈ ഗ്രൂപ്പ് നേതാക്കൾ എന്ന് പറയുന്ന അവരുടെ ഇടപെടൽ കൊണ്ട് താങ്കൾക്ക് പാർട്ടിയിൽ തടയപ്പെടുകയും താങ്കൾക്ക് സ്ഥാനങ്ങൾ അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അപകടം നേരിട്ടതായിട്ടുള്ള ഫീലിംഗ് ഗ്രൂപ്പുകൾക്ക് തളർത്താൻ കഴിയാത്ത ആളുകളും ഉണ്ട് ഈ പാർട്ടിയിൽ. VM സുധീരൻ KPC പ്രസിഡന്റായി വന്ന ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയല്ല. ഞാൻ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായതും ഡൽഹി ഇൻചാർജ് ആയതും ഒരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയല്ല. അപ്പോൾ ഗ്രൂപ്പുകളുടെ സപ്പോർട്ട് ഇല്ലാതെ വരാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഒരു നിരാശയും എനിക്കതിൽ നിരാശയും